പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈശോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിറയട്ടെ. അവിടെ നിങ്ങളുടെ വേദനകളിലും സഹനങ്ങളിലും ഒക്കെ ഇടപെടട്ടെ. നിങ്ങളുടെ ഏതെങ്കിലും അടഞ്ഞ വാതിലുകൾ ഉണ്ടെങ്കിൽ ആ അടഞ്ഞ വാതിലുകളെല്ലാം ഈശോ വന്ന് തുറന്നു തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആഗമനകാല ചിന്തകൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഈശോ എളിമയുള്ള ദൈവമാണ്, എളിമയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവമാണ്. എളിമയുള്ള ദൈവമാണ്, എളിമയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ എളിമയുടെ ഏറ്റവും വലിയ പ്രകടനത്തെ നമ്മളവിടെ കാണും. വചനം പറയുന്നതാ, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. 8-ാമത്തെ വാക്യം കൂടി ചേർത്ത് അച്ഛൻ വായിച്ചതാ. മരണത്തോളം അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അതായത് ഏറ്റവും എളിമയുള്ളവനായി. ദൈവമാ സ്വർഗം വിട്ട് ഈ ക്രിസ്മസിന് ഭൂമിയിലേക്ക് വരിക. അത് മനുഷ്യന്റെ രൂപം സാദൃശ്യത്തില് മനുഷ്യന്റെ രൂപത്തിലേക്ക് ഭൂമിയിലേക്ക് വന്നേക്കുക. എളിമയുള്ളൊരു ദൈവം. പിന്നീട് കാലിത്തൊഴുത്തിൽ എളിമയുടെ പരമകോടിയിൽ കർത്താവ് ജനിക്കുന്നു. പിന്നീട് മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജ്ഞാനത്തിലും പ്രായത്തിലും അനുസരണയിലും ഒക്കെ കർത്താവ് എളിമയോടെ ജീവിക്കുകയാണ്. പരസ്യജീവിത കാലഘട്ടത്തിൽ അവൻ ഏറ്റവും എളിമയോടെ എല്ലാവരുടെയും ശുശ്രൂഷകനായിട്ട് മാറുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന സ്നേഹം, തന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്ന സ്നേഹം, കരുതുന്ന സ്നേഹം, അങ്ങനെ എളിമയുള്ള സിമ്പിളായിട്ടുള്ള ഒരു ദൈവത്തെയാണ് നമ്മളവിടെ കാണുക. പറഞ്ഞ കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എളിമയോടെ പൂർത്തിയാക്കിയൊരു ദൈവം. അനുസരണയോടെ വിധേയപ്പെട്ട് കുരിശുമരണത്തോളം താഴ്ന്നൊരു ദൈവത്തെയാണ് നമ്മൾ ധ്യാനിക്കുക. എളിമയുള്ളവരെ കർത്താവിന് ഇഷ്ടമാട്ടോ. നമുക്ക് എളിമയുള്ളവരാകാം, താഴ്മയുള്ളവരാകാം. ഇത് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. എളിമയുള്ളവരെ സ്നേഹിക്കുന്ന ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.